കോഴിക്കോട് കുമ്പളയിൽ മദ്യപിച്ച് വാഹനമോടിച്ചതിന് യൂട്യൂബർ ഹെലൻ ഓഫ് സ്പാട്ടയ്ക്ക് എതിരെ കേസ്. വാഹന പരിശോധനയ്ക്കിടെ മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധം പ്രതി വാഹനവുമായി കടന്നു കളഞ്ഞെന്ന് എഫ്ഐആർ വരികയാണ്. സാരംഗ് ചേരുന്നു. സാരംഗ്, നല്ല കാര്യം, അടിപൊളിയായിട്ടുണ്ട്. കേരളത്തിലെ ഇൻഫ്ലുവൻസേഴ്സിന് ഓരോരുത്തർക്കായിട്ട് ഇപ്പൊ നല്ല കാലമാണ്, പണി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അതിശയമാണ്. ഞാൻ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കത്തില്ലായിരുന്നു, പക്ഷേ ഇങ്ങനൊരു വ്യക്തി ആയതുകൊണ്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. ഹെലൻ ഓഫ് സ്പാർട്ടയെ നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരി ഒരു റിയാക്ഷൻ ചാനൽ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതിനകത്തോടെ റിയാക്ഷൻ വീഡിയോസ് ഇടാറുണ്ട്, ഒരുപാട് കാര്യത്തെ പറ്റിയിട്ട് അഭിപ്രായം പറയാറുണ്ട്, പലരെയും വിമർശിക്കുന്ന വ്യക്തിയാണ്. അതായത് പല ആൾക്കാരെയും വിമർശിച്ചുകൊണ്ട് പുള്ളിക്കാരിയുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പെരുമാറ്റം നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം അത്തരം വ്യക്തികളുടെ കയ്യിൽ നിന്ന് ഇത്തരം പെരുമാറ്റങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതിനെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അത് കൂടുതൽ ആൾക്കാർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. നല്ല രീതിയിൽ എല്ലാവരെയും വിമർശിച്ചുകൊണ്ട് അഭിപ്രായപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എല്ലാത്തിനോടും അവരുടേതായിട്ടുള്ള അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ആ വ്യക്തിക്ക് എന്ത് പറ്റി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഏതായാലും നമുക്ക് ആ വാർത്തയുടെ ഡീറ്റെയിൽസ് ഒന്ന് കേട്ടിട്ട് വരാം. മദ്യപിച്ച് വാഹനം ഓടിച്ച ഇൻഫ്ലുവൻസർ SR ധന്യ, ഹെലൻ ഓഫ് സ്പാട്ട എന്നാണ് SR ധന്യ അറിയപ്പെടുന്നത്. വലിയ പ്രമുഖയായ ഇൻഫ്ലുവൻസറാണ്. അണങ്കൂരിൽ കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ FIR-ൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നാഷണൽ ഹൈവേ 66-ൽ റോഡിന് നടുവിൽ ഈ വാഹനം നിർത്തിയിട്ടുന്നു. ഇത് കണ്ട് പോലീസുകാർ വന്ന് നോക്കുമ്പോൾ വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു പോകുന്നു. പിന്നീട് പോലീസ് ഇവരെ പിന്തുടർന്ന് ബന്ദിയോടുള്ള ഭഗവതി നഗറിൽ വെച്ച് പോലീസ് പിടികൂടുന്നു. പോലീസ് പിടികൂടി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഇൻഫ്ലുവൻസർ ഈ ധന്യ വാഹനം ഓടിച്ചത് മദ്യപിച്ചുകൊണ്ടാണെന്നുള്ള പരിശോധനയിൽ 86 കാണിച്ചുവെന്ന് ഈ ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് നമുക്കറിയാൻ കഴിയുന്നത് ഈ വാഹനം അടക്കം വിട്ടു നൽകിയിട്ടുണ്ട്. ഫൈൻ ഈടാക്കിയതിനു ശേഷം വിട്ടു നൽകിയിരിക്കുകയാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷൻ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? പൈസയുണ്ട്, ഫെയിമുണ്ട്, 4 ആൾ അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇത്തരം പരിപാടികൾ കാണിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതായത് ഓക്കെ, കള്ളു കുടിച്ചാൽ വയറ്റി കിടക്കണം എന്നുള്ളൊരു ചൊല്ലുണ്ട്, എല്ലാ ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്. ഈ കള്ളു കുടിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ്. കാരണം നമ്മുടെ നാട്ടിൽ കള്ളെന്ന് പറയുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സംഭവമൊന്നും അല്ലല്ലോ. ഈ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുക എന്ന് പറയുന്നതും ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഈ ആൽക്കഹോൾ കൺസ്യൂം ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കുക എന്നുള്ളത് ഇല്ലീഗലാണ്. അപ്പോൾ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക, പ്രത്യേകിച്ച് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന വ്യക്തികൾ അത്തരം കാര്യങ്ങൾ മാക്സിമം ഫോളോ ചെയ്തുകൊണ്ട് പോവുക. ധന്യെ പോലെയുള്ള ഒരാള് അത്യാവശ്യം ഫെയിം ഉള്ള ആളാണ്. അപ്പം ഇത്തരം പ്രവൃത്തിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് അറിയാത്ത വ്യക്തിയൊന്നുമല്ല, ബോധമില്ലാത്ത വ്യക്തിയൊന്നുമല്ല. ധന്യെ കുടുക്കിയിട്ട് പോലീസുകാർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അപ്പം ഉള്ളതായിരിക്കണം. കള്ളു കുടിച്ച് വണ്ടി ഓടിച്ച് പോലീസുകാർ പിടിച്ചു, പോലീസുകാർ കൈ കാണിച്ചിട്ട് നിർത്തിയില്ല, വണ്ടി ഓടിച്ചുകൊണ്ട് പോയി. ഓക്കെ, കള്ളു കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരാളെ വെച്ചിട്ട് വണ്ടി ഓടിക്കാമല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ കള്ളു കുടിക്കാത്ത ആരെങ്കിലും ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വെച്ച് വണ്ടി ഓടിക്കാമല്ലോ. കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ തനിക്ക് മാത്രമല്ല റോഡിലൂടെ പോകുന്ന മറ്റുള്ളവരുടെ ജീവനും ആപത്താണ് എന്ന് പുള്ളിക്കാരിക്ക് അറിയാം. പുള്ളിക്കാരി തന്നെ പലരെയും ഉപദേശിച്ച് വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ധന്യക്ക് ഈ ഒരു കാര്യം അറിയത്തില്ലായിരുന്നോ? ഇപ്പം എനിക്ക് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കാം. ഞാൻ പൊതുവെ എങ്ങനെയാണെന്ന് അറിയാമോ, ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് ഞാൻ എല്ലാ വിഷയങ്ങളെ പറ്റിയിട്ടും റിയാക്ട് ചെയ്യാറില്ല. എനിക്ക് സംസാരിക്കാൻ യോഗ്യതയുണ്ട് എന്ന് തോന്നുന്ന വിഷയങ്ങളെ പറ്റിയിട്ട് മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ. ഇപ്പൊ കള്ളുകുടിയെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കാം, കാരണം ഞാൻ ഒരു തുള്ളി കള്ളു പോലും കുടിക്കുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് എനിക്കൊരാളെ ഉപദേശിക്കാം, സംസാരിക്കാം. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചെങ്കിലും പെർഫെക്റ്റ് ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ ചെയ്യുന്ന ആ പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന വാക്കിന് ഭയങ്കര മീനിങ് ആണ് എന്ന് തന്നെ ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ട്. മറ്റുള്ളവരെ ഹാർഷായിട്ട് വിമർശിക്കുന്ന വ്യക്തിയാണ്, വളരെ ഹാർഷായിട്ട് വിമർശിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അവരുടെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങളൊന്നും ആൾക്കാർ പ്രതീക്ഷിക്കുന്നില്ല. തെറ്റ് തന്നെയാണ് ചെയ്തത്, മോശം തന്നെയാണ് ചെയ്തത്. കാശുണ്ട്, ഫെയിം ഉണ്ട് എന്ന് പറഞ്ഞ് അതിന്റെ അഹങ്കാരം ഒരു കാരണവശാലും പബ്ലിക്കിൽ ഇറങ്ങി കാണിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നിയമം അനുസരിക്കുക, നിയമം ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ ആൾക്കാർ അടങ്ങിയിരിക്കുവോ? ആരും അടങ്ങിയിരിക്കത്തില്ല. ഇപ്പൊ തന്നെ ഒരുപാട് ആൾക്കാരെ വിമർശിച്ചിട്ടുണ്ട് ഹെലൻ ഓഫ് സ്പാർട്ട. ആ വിമർശിച്ചവരൊക്കെ അടങ്ങിയിരിക്കുവോ? ഇല്ല, അവരിപ്പോ വീഡിയോ ഇടാൻ തുടങ്ങും. ഉദാഹരണം ഞാൻ പറയാം, ജാസി ഇപ്പൊ തന്നെ വീഡിയോ ഇടാൻ തുടങ്ങും. പുള്ളിക്കാരി അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വീഡിയോ ഇടാൻ തുടങ്ങും. കളിയാക്കിക്കൊണ്ട് തന്നെ വീഡിയോ ഇടും. കാരണം ജാസിയെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരു വ്യക്തി ഹെലൻ ഓഫ് സ്പാർട്ടയാണ്. അപ്പൊ
എന്തിനാ ഇതിനൊക്കെ പോകുന്നത്? എനിക്ക് ചിരിയാണ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവരുടെ ഭാഗത്തു നിന്നും ഇത്തരം കാര്യങ്ങളൊന്നും ആരും എക്സ്പെക്ട് ചെയ്യത്തില്ല. ഇത്തരം പ്രവർത്തികളിൽ നിന്ന് നിങ്ങളൊക്കെ ദയവ് ഇതൊന്ന് വിട്ടു നിൽക്കുക. കാരണം യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്കും കൂടിയാണ് ഒരു അടി കിട്ടുന്നത് പോലെയാണ്. അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ ചെയ്തു, കേരളത്തിലെ ഒരു ഇൻഫ്ലുവൻസർ ആണ് അങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് പോലും ഒരു വല്ലായ്മയാണ് ഫീൽ ചെയ്യുന്നത്.